ഡിവിഷന്റെ പ്രിയങ്കരനായ MP നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ ശ്രീ ജോസ് കെ മാണി അവർകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നമ്മുടെ തൊട്ടടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ശ്രീ KC വേണുഗോപാൽ അവർകൾ, നമ്മുടെ MLA മോൻസ് ജോസഫ് 10 നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീ സക്കറിയാസ് കുതിരവേലി. ഈ പ്രാധാന്യത്തിന് അനുസൃതമായി സെന്റ് ആൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഈ സ്ഥാപനവും പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തിക്കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ പ്രതിബദ്ധത പുലർത്തുന്ന കേന്ദ്രമന്ത്രി ശ്രീ വേണുഗോപാലും ജോസ് കെ മാണി MPയും സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളാണ് വലുത് എന്ന് കരുതുന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്. ഈ ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളെയാണ് ജനങ്ങൾ ഇന്ന് അംഗീകരിക്കുന്നത്. ഗവൺമെന്റിനും അത്തരം സ്ഥാപനങ്ങളെ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയങ്ങളിൽ ഉയർന്നു വരുന്ന പശ്ചാത്തലം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കേരളത്തിന്റെ പൊതു സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും ബാധ്യസ്ഥമാണ്. ഈ ഉന്നതമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സെന്റ് ആൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ 16ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ശ്രീ നീഴൂർ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രിയമുള്ള പ്രൊഫസർ ഡോക്ടർ രാജു തോമസ് അടക്കമുള്ള ഇവിടുത്തെ അധ്യാപകർ ഒക്കെ ചേർന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അംഗീകാരത്തോടുകൂടി നടത്തുന്ന പുതിയ കോഴ്സുകൾ, ഇനി പുതിയതായി തുടക്കം കുറിക്കുന്ന കോഴ്സുകളടക്കം നല്ല നിലയിൽ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിനെ തുടർന്ന് സാബുവിനെ ക്ഷണിച്ചുകൊണ്ട് മറ്റു നേതാക്കന്മാരോട് എല്ലാവരോടും പ്രത്യേകമായി നിങ്ങൾ എല്ലാവരോടും എനിക്കുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളുടെ നമസ്കാരം. താങ്ക് യു. KC വേണുഗോപാൽ കേന്ദ്രമന്ത്രി ഇന്ന് നമ്മുടെ കടുത്തുരുത്തി മണ്ഡലത്തിൽ പെരുവയിൽ എത്തി ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരുടെ തന്നെ എന്നൊരു അനുഗ്രഹീതമായ സാന്നിധ്യം നമ്മുടെ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അത്ര വലിയ സന്തോഷത്തോടെ ഈ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എനിക്കിനിയും ഇതുപോലെയുള്ള അടിയന്തരമായ 1-2 ചടങ്ങുകൾക്ക് ചെല്ലേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു കുന്നേലിനോട് ഞാൻ ആദ്യം സംസാരിക്കുവാൻ അനുവാദം വാങ്ങിച്ചത്. അധ്യക്ഷ പ്രസംഗം തുടർന്ന് നടത്തും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കുന്നേൽ. കർമ്മ പരിപാടികളുടെ ഏറ്റവും ശക്തമായ ആസൂത്രണമാണ് ഇപ്പോൾ രാജ്യമെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. സെന്റ് ആൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടേതായിട്ടുള്ള ഇടപെടലുകളിലൂടെ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു പ്രസ്ഥാനം അവരുടെ വികസനത്തിന്റെ പാതയിൽ നിർണായകമായിട്ടുള്ള ചില വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്ന ദിവസമാണ് ഇന്ന് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോടുകൂടി അപ്രൂവലോടുകൂടി പുതിയ കോഴ്സുകൾ, അതും വളരെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാലഘട്ടത്തിന്റെ ആവശ്യകതയനുസരിച്ചുള്ള ചില കോഴ്സുകൾ ഇവിടെ ജോസ് സൂചിപ്പിച്ചതുപോലെ ഏവിയേഷൻ കോഴ്സുകൾ, മാനേജ്മെന്റ് കോഴ്സുകൾ, അങ്ങനെയുള്ള കോഴ്സുകൾ ഒക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു ഈ ആരംഭിക്കുന്ന കോഴ്സുകളൊക്കെ തന്നെ മിതമായ ന്യായമായ ഫീസിനായിരിക്കും നടത്തുന്നത് എന്നുള്ള വിശ്വാസം ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം കാലഘട്ടത്തിന്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പുണ്യമായ പ്രവൃത്തിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എല്ലാവർക്കും കിട്ടണം, അതെല്ലാവരുടെ അവകാശമാണ്. ഇപ്പൊ ജോസ് കെ മാണി ഇവിടെ പ്രസംഗിച്ചതാണ് അതിന്റെ ക്രെഡിറ്റ്സ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ അവകാശമാണ്. അതാരുടെ ഔദാര്യമല്ല, ആരും കൊടുക്കുന്ന ഒരു സൗമനസ്യവുമല്ല. ഇത് കണ്ടുകൊണ്ടാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത്. പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം പഠിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യവും അവകാശവുമായിട്ട് മാറ്റുക. ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമത്തിന്. സത്യത്തിൽ കേരളം ഇന്ന് വരെ ആ നിയമത്തിന്റെ യഥാർത്ഥമായ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമങ്ങളിൽ ഇത്രയും പുരോഗമനപരമായിട്ടുള്ള സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു നിയമം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ മറ്റൊരു നിയമമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമൂഹ്യനീതിയുടെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യനീതി വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഏറ്റവും ബൃഹത്തരമായ ഇടപെടലുകളാണ് 8 വരെ, ഇപ്പൊ 1 മുതൽ 8 വരെ, അത് 10ാം ക്ലാസ് വരെ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയ കോഴ്സുകൾ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണം. നമുക്കറിയാം, ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സമ്പന്നരായ കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ള സാഹചര്യമുള്ള വിദ്യാലയങ്ങളുണ്ട്, പാവപ്പെട്ടവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില വിദ്യാലയങ്ങളുണ്ട്. ഫീസിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ, മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ജോലി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമല്ലേ? ജോലി കിട്ടുന്ന ആവശ്യമുള്ള കോഴ്സുകൾ പഠിക്കാൻ സൗകര്യമൊരുക്കേണ്ടത് സർക്കാരിന്റെ ജോലിയായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പൊതുവായ ജോലിയുമല്ലേ എല്ലാവർക്കും. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം വീണ്ടും വീണ്ടും ജോലി കിട്ടാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ, അവർക്ക് മാത്രം അത്തരം കോഴ്സുകൾ പഠിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാമൂഹ്യ നീതിയാകും എന്നുള്ള ചോദ്യമാണ് നമ്മൾ പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്നുള്ള കാര്യം സംശയമുണ്ട്. മുതിരുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇന്ന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തിനാണ്. നമുക്കറിയാം, ഇന്ന് UPAയുടെ നേതൃത്വത്തിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ 1,75,000 കോടി രൂപയാണ് അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷവും യുവജനങ്ങളാണ്, വിദ്യാർത്ഥികളാണ്. അവരെ വിദ്യാസമ്പന്നരാക്കുക, വെറും യുവാക്കളെ മാത്രമാക്കി മാറ്റി നിർത്താതെ ഇന്റലക്ച്വലാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഇന്ന് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇന്ന് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് പോലും ഇന്ന് പ്രൊഫഷണലായുള്ള കോളേജുകളിൽ ചെന്ന് എത്തുവാൻ കഴിയുന്നില്ല. കേരള സംസ്ഥാനത്ത് പലരും വലിയ ക്യാപിറ്റേഷൻ ഫീയും ഒക്കെ മുടക്കിയും അന്യ സംസ്ഥാനങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്.